കുടമാളൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ 100 മേനി വചന മനപ്പാഠ മത്സരം കുടമാളൂർ പള്ളിയിൽ 48ഓളം മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു. വചനത്തിൽ കൂടെ ആഴപ്പെട്ടുകൊണ്ട് അവർ വചനങ്ങൾ തീക്ഷ്ണമായിട്ട് എഴുതുകയും വചനം കൂടുതൽ മനഃപ്പാഠമാക്കിക്കൊണ്ട് വചനത്തിൽ ആഴപ്പെട്ട കൂടുതൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഫൊറോന ബൈബിൾ അപ്പസ്തോലൈറ്റിൻ്റെയും കുടുംബ കൂട്ടായ്മയുടെ എല്ലാ അംഗങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഇതിനോട് ഒപ്പമുണ്ട് എന്നത് ഞങ്ങൾക്ക് സന്തോഷകരമാണ്. 100 മേനി മത്സരത്തിൻ്റെ നടത്തിപ്പിലായിട്ട് നമ്മളെ സഹായിക്കുന്ന സാറിനെ നമുക്ക് പരിചയപ്പെടാം. സാറിൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ലാലി ഇളപ്പൊങ്കൽ. ഞാൻ അതിരൂപത കേന്ദ്രത്തിൽ നിന്ന് ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് ഇവിടെ വന്നതാണ്, നിരീക്ഷകനായിട്ട് വന്നതാണ്. ഇവിടെ ഈ കുടമാളൂർ ഫൊറോനയിലെ വിവിധ ഇടവുകളിലെ ആളുകൾ മത്സരത്തിൽ ഏകദേശം 1:30 ദേവാലയങ്ങളിൽ എത്തിച്ചേരുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അമ്പൂരി മുതൽ അതിരമ്പുഴ വരെയും ആലപ്പുഴ മുതൽ മണിമല വരെയുള്ള 18 ഫൊറോനകളിലായി ഏതാണ്ട് 5 റവന്യൂ ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 250 ഇടവുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ 18 ഫൊറോന കേന്ദ്രങ്ങളിൽ എഴുതുന്ന ഒരു അതിരൂപതയ്ക്ക് വേണ്ടി എഴുതുന്ന പരീക്ഷയാണിന്ന്. പരീക്ഷയെന്ന് പറഞ്ഞാൽ വചനം മനഃപ്പാഠമാക്കി അത് രേഖപ്പെടുത്തി വെക്കുക. അതിലേറ്റവും കൂടുതൽ ജൂൺ 10 ഗ്രാൻഡ് ഫിനാലെ മത്സരമുണ്ട്. അതിലേക്കുള്ള തിരഞ്ഞെടുപ്പും കൂടിയാണ് ഇന്ന്. പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷ ഏകദേശം ഇനി 5 മിനിറ്റ് കൊണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും തീർന്നു കഴിഞ്ഞാൽ അവരുടെ ആൻസർ ഷീറ്റ് അതിരൂപത കേന്ദ്ര തലത്തിൽ ഇത് മൂല്യനിർണ്ണയം നടത്തി വിജയികളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് അതിരൂപത പ്രഖ്യാപിച്ചിരിക്കുന്നത്. താങ്ക് യു സർ. 100 മേനി മത്സരത്തിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. വചനം മാംസമായി ഭൂവിൽ വന്നു, വെളിച്ചമായി മണ്ണിൽ നിറഞ്ഞു നിന്നു. വചനം മാംസമായി ഭൂവിൽ വന്നു, വെളിച്ചമായി മണ്ണിൽ നിറഞ്ഞു നിന്നു. വഴികളിൽ നിറദീപമായി വചനം മനുജനു ശാന്തിയായി. വഴികളിൽ നിറദീപമായി വചനം മനുജനു ശാന്തിയായി. വചനം മാംസമായി ഭൂവിൽ വന്നു, വെളിച്ചമായി മണ്ണിൽ നിറഞ്ഞു നിന്നു. വചനമേ വചനമേ നീ നയിക്കണമേ, വഴികളിൽ ദീപമായി നീ തെളിഞ്ഞിടണേ. വചനമേ വചനമേ നീ നയിക്കണമേ, വഴികളിൽ ദീപമായി നീ തെളിഞ്ഞിടണേ. നമുക്കിവിടെ 100 മേനി മത്സരം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ വേളാശ്ശേരി സാറാണുള്ളത്. സാറിനോട് ചോദിക്കുക ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. ഇവിടെ കൃത്യം 1:15 തന്നെ പാർട്ടിസിപ്പൻസ് എത്തുകയും നമ്മൾ മതാധ്യാപകർ അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങൾ ചെയ്തു. നമ്മൾ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചു. വലിയ ബഹുമാനപ്പെട്ട മാണിയച്ചൻ വിളക്ക് തിരികെ തെളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജോയലിച്ചനാണ് ബാക്കിയുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയത്. പിന്നെ അതിരൂപത കേന്ദ്രത്തിൽ നിന്ന് വന്ന് ലാലി ഇളപ്പൊങ്കൽ അദ്ദേഹവും നന്നായിട്ട് സഹകരിച്ചു. ഇവിടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ പല ക്ലാസ്സുകളിലായിട്ട് നല്ല രീതിയിൽ ഈ ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷമുണ്ട്. താങ്ക് യു.
വചനമേ വിശുദ്ധമായ വചനമേ വിശുദ്ധി നൽകും വചനമേ വിശുദ്ധമായ വചനമേ ജീവനേകും സ്നേഹമേകും സത്യമായ വചനമേ ജീവനേകും സ്നേഹമേകും സത്യമായ വചനമേ 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 നീ നയിക്കണമേ വഴികളിൽ ദീപമായി നീ തെളിഞ്ഞിടണേ വചനമേ വചനമേ നീ നയിക്കണമേ വഴികളിൽ ദീപമായി നീ തെളിഞ്ഞിടണേ. സൗഖ്യമേകും വചനമേ ശാന്തിയേകും വചനമേ സൗഖ്യമേകും വചനമേ ശാന്തിയേകും വചനമേ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ വചനമേ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ വചനമേ വചനം മാംസമായി ഭൂവിൽ വന്നു വെളിച്ചമായി മണ്ണിൽ നിറഞ്ഞു നിന്നു വചനം മാംസമായി ഭൂവിൽ വന്നു വെളിച്ചമായി മണ്ണിൽ നിറഞ്ഞു നിന്നു വഴികളിൽ നിറദീപമായി വചനം മനുജനു ശാന്തിയായി വഴികളിൽ നിറദീപമായി വചനം മനുജനു ശാന്തിയായി വചനം മാംസമായി ഭൂവിൽ വന്നു വെളിച്ചമായി മണ്ണിൽ നിറഞ്ഞു നിന്നു വചനം മാംസമായി ഭൂവിൽ വന്നു വെളിച്ചമായി മണ്ണിൽ നിറഞ്ഞു നിന്നു വചനമേ വചനമേ നീ നയിക്കണമേ വഴികളിൽ ദീപമായി നീ തെളിഞ്ഞിടണേ വചനമേ വചനമേ നീ നയിക്കണമേ വഴികളിൽ ദീപമായി നീ തെളിഞ്ഞിടണേ. പരീക്ഷ എഴുതി കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കിത് മത്സരമല്ലായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങൾക്ക് ഈ വചനം പഠിക്കാൻ പറ്റിയൊരു ചാൻസ്. കാരണം ഞങ്ങളൊക്കെ ഈ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഇട്ടോ കൂടി നടക്കുന്ന സമയമല്ലേ, വചനം പഠിക്കാൻ പറ്റിയ നല്ലൊരു ചാൻസ് ആയിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. എങ്ങനെയാണ് പഠിച്ചത്? ഈ തിരക്കുകൾക്കിടയിൽ ഇത്രയും വചനങ്ങൾ പഠിക്കാൻ എങ്ങനെ സാധിച്ചു? ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് പോയി ബസ്സിനകത്തിരിക്കാൻ 2 ബസ് കയറി വേണം എനിക്ക് ജോലിക്ക് പോകാനായിട്ട്. ബസ്സിനകത്തിരുന്ന് വെച്ച് പഠിക്കും. അവിടെ ജോലി സ്ഥലത്ത് അക്കൗണ്ടൻ്റ്, അപ്പോൾ അവരുടെ പേപ്പറിൻ്റെ അടിയിൽ ഇത് തിരികെ കയറ്റി വെച്ച് അങ്ങനെയൊക്കെ പഠിക്കുമായിരുന്നു. ഈ വചന പഠനം കൊണ്ട് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലേ വചനം പഠിക്കുമ്പോൾ? അങ്ങനെ എന്തെങ്കിലും അനുഭവമുണ്ടോ? നമുക്ക് ഈ വചനം പഠിച്ചത് കൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു ഉണർവ്, അതൊക്കെ എനിക്ക് ശരിക്കും ഈ വചനം പഠിച്ചതിൽ കൂടി കിട്ടിയത്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു മത്സര പരീക്ഷ? നല്ലായിരുന്നു, എല്ലാം പെട്ടെന്ന് തന്നെ എഴുതി. പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഈ വചനം പഠിക്കുന്നത് കൊണ്ട് നന്നായിട്ട് അവർക്ക് കുറച്ചും കൂടെ ഈശോയിലേക്ക് വളരാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടോ വചനം പഠിച്ചപ്പോൾ? ഉണ്ട്, തീർച്ചയായും. ഞങ്ങൾക്കിതൊരു വലിയ അനുഭവമായിരുന്നു. എത്ര വചനം എഴുതാൻ സാധിച്ചു? ഞാനൊരു 130ഓളം എഴുതിയുള്ളൂ. അത്രയൊക്കെ എഴുതി. ശരി, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു
പരീക്ഷ? പരീക്ഷ 100 വചനം ഞാൻ പഠിച്ചുകൊണ്ട് വന്നു. അതിലും പിന്നെ 120 എണ്ണം എഴുതിയിട്ടുണ്ട്. എവിടുന്നാ വരുന്നേ സ്ഥലം? കുമരകം. പേരെങ്ങനെയാ? മോളി ജോസ്. എങ്ങനെയാണ് വചനം ഇത്ര നന്നായിട്ട് പഠിച്ച് എങ്ങനെയാണ് പഠിച്ചെടുത്തത്? മാതൃവേദിയുടെ ഫൊറോന മത്സരത്തിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ലോഗോസ് ക്വിസിന് പഠിക്കുന്നുണ്ട്. പിന്നെ ഇത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ കുടുംബവേദിയിലൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പം അപ്പോൾ അതിനെ തരണം ചെയ്യാണ്ട് ഈ വചനം നമുക്കൊരു ആയുധമാണ്. കൂടുതൽ ഈശോയെ കൂടുതൽ അറിയാനൊക്കെ സാധിച്ചിട്ടില്ല. എല്ലാത്തിനും അത് മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശക്തി ഉണ്ട്. താങ്ക് യു. ഹലോ അമ്മ, എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? എങ്ങനെയുണ്ട്? വളരെ നന്നായിരുന്നു. നന്നായിട്ട് എഴുതാൻ പറ്റി. നന്നായിട്ട് എഴുതാൻ പറ്റി. ഞാൻ 4:45 എഴുതി തീർന്നു. എത്ര വചനം എഴുതി? 150 വചനം 4:45 എഴുതി തീർന്നു. എങ്ങനെയാണ് ഇത്രയും ഈ പ്രായത്തിൽ നന്നായിട്ട് പഠിക്കാനും ഇപ്പോൾ? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചും കൊണ്ട് അത് എടുക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ബോധം തരണമേ എന്നുള്ളത്. നന്നായിട്ട് എഴുതാൻ സാധിച്ചല്ലേ? എല്ലാം ഓർമ്മ 4:45 എഴുതി തീർന്നു. എങ്ങനെയുണ്ട് വീട്ടിലെ തിരക്കുകൾക്കൊക്കെ ഇടയിൽ ഇതെങ്ങനെ? ജോലിക്കിടയിൽ നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. എനിക്ക് 70 വയസ്സില്ല. എന്നാലും പിന്നെ 70 വയസ്സുണ്ട്. 70 വയസ്സ്. അപ്പോൾ ഒത്തിരി നേരം ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടോ? അതോ പഠിക്കാൻ എടുക്കുന്നുണ്ട്, സമയം എടുക്കുന്നുണ്ട്. എന്നാലല്ലേ നമുക്കത് പല പ്രാവശ്യം എഴുതുന്നുണ്ട്, എഴുതി നമുക്ക് തറവാക്കുന്നുണ്ട്. എന്നിട്ട് ഈശോയോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ഈ മത്സരം സഹായിച്ചിട്ടുണ്ടോ? ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് 100 പേര് പഠിക്കാൻ സാധിച്ചതിൽ, എഴുതാൻ പറ്റിയതിൽ. ഓക്കെ, താങ്ക് യു. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് എഴുതാൻ സാധിച്ചോ? ഇപ്പം എന്ത് ചെയ്യുക? +2 കഴിഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് ഈ നമ്മുടെ സ്കൂളിലെ പഠിത്തത്തിൻ്റെ ഇടയിൽ ഇത് ഈ വചനം കൂടെ പഠിക്കാനായിട്ടുള്ള ഒരു കറേജ് എന്തായിരുന്നു? അത് ഇടയ്ക്ക് ഇത് സമയം കിട്ടുമ്പോൾ മഴയിരുന്ന് പഠിക്കും. മറ്റേ ക്വിസ് കോമ്പറ്റീഷനിൽ ലോഗോസ് ക്വിസിലൊക്കെ മത്സരിക്കാറുണ്ടോ? ഉണ്ട്. അതിൽ നിന്നാണോ ഇങ്ങനെ ഒരു 100 മേനി മത്സരത്തിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്? അതെ. ശരി. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? നല്ല എളുപ്പമായിരുന്നു. നന്നായിട്ട് എഴുതാൻ സാധിച്ച വചനം? എഴുതി പഠിച്ച് എത്ര എഴുതാൻ പറ്റും. എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ ജോലി ചെയ്യുന്നില്ല. എങ്ങനെയുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ വചനം പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നത്? വെളുപ്പിനെ എണീക്കുമ്പോൾ ഇരുന്ന് പഠിക്കും. പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് സമയത്തൊരു 12, 1 മണി, 2 ആ സമയത്തൊക്കെ ഇരുന്ന് പഠിക്കും. പിന്നെ രാത്രിക്ക് പഠിക്കും. ഈ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ട് അനുഭവം ഉണ്ടോ? നമുക്ക് നല്ലൊരു സമാധാനമുണ്ട് വീട്ടിലെ മൊത്തത്തിൽ. താങ്ക് യു. 100 മേനി പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? സമയമില്ലായിരുന്നു. നന്നായിട്ട് പഠിച്ചതൊക്കെ നന്നായിട്ട് എഴുതാൻ സാധിച്ചോ? കുറേ ഉണ്ട്, പകുതി പോലും. എങ്ങനെയാണ് ഇതിനുള്ള സമയം കണ്ടെത്തുന്നത് പഠിക്കാനൊക്കെ? അതെനിക്കിഷ്ടമാണ്. ഞാൻ സാധാരണ ബൈബിൾ ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുള്ളതാണ്. അല്ല, ഹൗസ് കുട്ടികളുടെ ജോലിയുടെ ഇടയിലാണ്. പക്ഷെ ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ട് ഇരിക്കുന്നു. എഴുതാൻ ഭയങ്കര സ്ലോ അപ്പം അത്. താങ്ക് യു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ടാണ് പഠിക്കുന്നത്? തീർത്ത് കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് പഠിക്കും. സമയമാണല്ലേ? എങ്ങനെയാണ് എഴുതിയൊക്കെ നോക്കണോ അതോ പഠിച്ചു കഴിഞ്ഞിട്ട് കാണാതെ എഴുതി നോക്കും. എത്ര വചനം എഴുതാൻ സാധിച്ചു? ഇപ്പം 131 എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് 2ഉം 3ഉം വരുന്നതുണ്ട്. ശരി, താങ്ക് യു. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷ എളുപ്പമായിരുന്നു. എങ്ങനെയുണ്ട് വീട്ടിലെ ജോലികൾക്കൊക്കെ ഇടയിൽ എങ്ങനെയാണ് ഇതിനുള്ള സമയം കണ്ടെത്തിയത്? വീട്ടിലെ ജോലി ഒത്തിരി ജോലിയൊന്നുമില്ല, കുറേ ജോലിയൊക്കെ ഇടയ്ക്ക് പിന്നെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും പഠിക്കും. ഇങ്ങനെ എഴുതി പഠിക്കണോ അതോ ജസ്റ്റ് വായിച്ചാൽ മതിയോ? ഞാൻ എഴുതി പഠിക്കുന്നുണ്ടായിരുന്നു, കൂടുതലും എഴുതി പഠിക്കുമായിരുന്നു. മറ്റ് ഈ ബൈബിളായിട്ട് ബന്ധപ്പെട്ട ക്വിസുകളിൽ അങ്ങനെയൊക്കെ പങ്കെടുക്കാറുണ്ടോ? ലോഗോസ് ക്വിസിന് പങ്കെടുക്കാറുണ്ട്. പിന്നെ വേറെ ഈ വചനത്തിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ ഇങ്ങനെ ദൈവവചനം? ഭയങ്കര ഇൻട്രസ്റ്റാണ് എനിക്ക്. അതുകൊണ്ടല്ല, എനിക്ക് ഭയങ്കര ഓർമ്മക്കുറവാണ്. ഇത് പഠിക്കാൻ തുടങ്ങിയ പിന്നെ ഓർമ്മ കിട്ടുന്നുണ്ട് വചനം എഴുതാനായിട്ട്. ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം ഉണ്ടല്ലേ? ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുതിയത്. ഞാൻ പഠിക്കാൻ തുടങ്ങിയൊരു 10 വചനം പോലും പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് കൃപ തന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഞാനൊരു 150 എണ്ണത്തോളം പഠിച്ചു. പക്ഷേ എനിക്കിപ്പം മുഴുവൻ എഴുതാൻ പറ്റിയിട്ടില്ല.
കിട്ടിയില്ല, എവിടുന്നൊക്കെ മിസ്സായിപ്പോയി. നന്നായിരിക്കും, ദൈവത്തിന് നന്ദി. താങ്ക് യു. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷ നല്ലതായിരുന്നു, പക്ഷെ നമുക്ക് സമയമില്ല. പഠിച്ചതെല്ലാം എഴുതാൻ പറ്റിയിട്ടില്ല. ജോലി ചെയ്യുകയാണോ അതോ വീട്ടമ്മയാണോ? വീട്ടമ്മയാണ്. എങ്ങനെയാണ് വീട്ടിലെ ജോലികൾക്ക് ഇടയിൽ ഇതിനുള്ള സമയം കണ്ടെത്തുന്നത്? പ്രത്യേക ഒരു സന്തോഷമാണ് ഇത് പഠിക്കാനായിട്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഈ വചനം നമുക്ക് പഠിക്കുമ്പോൾ നല്ല ശക്തിയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമാണ് ഇത് പഠിക്കാൻ. താങ്ക് യു. ആൻറ്റി എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? പക്ഷെ വളരെ എളുപ്പമായിരുന്നു, നല്ലോണം എഴുതാൻ പറ്റി. ഇപ്പം ജോലി ചെയ്യണോ അതോ ഹൗസ് വൈഫാണ്? വീട്ടു ജോലി തന്നെയാണ്. എങ്ങനെയുണ്ട് കുട്ടികളെയൊക്കെ വീട്ടിൽ സ്കൂളിലൊക്കെ വിടേണ്ടതല്ലേ? കിട്ടുന്നില്ലായിരുന്നു, പക്ഷേ വളരെ താല്പര്യമായിരുന്നു ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയത്തിന് വേണ്ടിയിട്ട് എടുത്തു, പഠിച്ചു. ബൈബിൾ വചനം പഠിക്കുന്നതുകൊണ്ട് ഒരു വലിയ കൃപ കിട്ടുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് വളരെ ശക്തി പോലെയാണ്. നമുക്ക് പഠിക്കാൻ തന്നെ വളരെ താല്പര്യമാണ്. സമയമില്ലെങ്കിൽ എങ്ങനെയൊക്കെ സമയം കണ്ടെത്താനും പഠിക്കാനും ഒക്കെ വളരെ ഉത്സാഹമായിരുന്നു. താങ്ക് യു. താങ്ക് യു. വീട് എവിടെയാ? വീട് കോട്ടയം കിളിരൂരിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതെ. എന്തോ ഒരു മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് നല്ല കുഴപ്പമില്ല, പക്ഷെ ഒത്തിരി എഴുതാൻ പറ്റും. മറന്നുപോയി, കാരണം സുവിശേഷങ്ങളുടെ എപ്പോഴും മാറിപ്പോവും. അതെല്ലാം ഒരേപോലെ വന്നുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് മാറിപ്പോയി. എങ്ങനെയാണ് സമയം കണ്ടെത്തിയത് പഠിക്കാനും വചനം ഇത്ര മനപ്പാഠമാക്കാൻ? എങ്ങനെയാണ് പഠിച്ചത്? അതേ സമയം കൊണ്ട് രാവിലെ പഠിക്കും, ഉച്ചയ്ക്ക് വൈകിട്ട് കുഴപ്പമില്ലാതെ എഴുതി. എങ്ങനെയുണ്ട്? എഴുതി പഠിക്കണമായിരുന്നു അതോ വായിച്ച് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു? ഓരോ ദിവസം പഠിക്കുന്ന ഇങ്ങനെ എഴുതുമായിരുന്നു. ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് വിശുദ്ധി, രക്ഷ, വിശ്വാസം, അങ്ങനെ പല രീതിയിലും പഠിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. താങ്ക് യു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എഴുതി രണ്ടുപേരും നന്നായിട്ട് എഴുതിയോ? ഇടവകയിൽ എഴുതി കൂടുതൽ എഴുതാൻ പറ്റി. എങ്ങനെയുണ്ട്? എങ്ങനെ സമയം കണ്ടെത്തി? ഇപ്പം സ്റ്റഡീസ് ഉണ്ടാവും അല്ലെ വീട്ടിലെ ജോലിയാണ്, ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് കണ്ടെത്തി? ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേന് രാത്രിയിലിരുന്ന് പഠിക്കുമായിരുന്നു. ഞാനും അത് ഇടയ്ക്ക് സമയം പോലെ പഠിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണോ പഠിച്ചത്? രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുമായിരുന്നോ? ഒരുമിച്ച് ഇരുന്ന് പഠിച്ചു, സെപ്പറേറ്റ് പഠിച്ചു. താങ്ക് യു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ കുഴപ്പമൊന്നുമില്ല, ചില ധൃതി വെച്ചുകൊണ്ട് കുറേ എണ്ണം മറന്നു. നന്നായിട്ട് എഴുതാൻ, അത്യാവശ്യം പഠിച്ചതൊക്കെ എഴുതാൻ സാധിച്ചോ? 10-30 എണ്ണം വിട്ടുപോയി. 10-160 എണ്ണം പഠിച്ചതാണ്. രണ്ടുപേരുടെ എത്ര വചനം എഴുതി മൊത്തം? 300 വചനത്തിനോടടുത്ത് രണ്ടുപേരുടെ. ഓക്കെ. എങ്ങനെയുണ്ട്? രണ്ടുപേരോട് ഒരുമിച്ചാണോ വചനം പഠിച്ചത്? രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണോ വചനം പഠിച്ചത്? ഒരുമിച്ചിരുന്ന് പഠിക്കുക. എങ്ങനെയാണ്? പഠിക്കാൻ എളുപ്പമായിരുന്നോ അതോ ഈ ജോലിക്കിടയിലും അല്ലെങ്കിൽ വീട്ടുജോലിയൊക്കെ ചെയ്യേണ്ട അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് സമയം കണ്ടെത്തിയത്? അത് പഠിക്കാൻ പറ്റി. കുറച്ചൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്ന വഴിയും പോണ വഴിയൊക്കെല്ലാം നോക്കി പഠിച്ച്. പക്ഷേ അതിപ്പം പഠിച്ചത് വഴി എഴുതാൻ പറ്റിയില്ല. കുറേ വിട്ടുപോയിട്ട്. കുഴപ്പമില്ലായിരുന്നു, പഠിച്ചത് കുറേയൊക്കെ ഓൾമോസ്റ്റ് ഓളെല്ലാം എഴുതാൻ പറ്റി. പിന്നെ ആദ്യം പഠിക്കാൻ നേരത്തൊക്കെ കുറേയൊക്കെ പാടായിരുന്നു. മീൻസ് ആദ്യം ഒരു ഫ്ലോ ഇട്ടാൻ ഇച്ചിരി പാടായിരുന്നു. അതിന് ശേഷം പഠിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിയാനകത്ത് കുറേ കൂടെയൊക്കെ ഇൻട്രസ്റ്റഡ് ആയി, കൂടുതലായിട്ട് നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റി. വചനം പഠിക്കുന്നതുകൊണ്ട് കൂടുതൽ അനുഗ്രഹം കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മുടെ ലൈഫിലൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വചനങ്ങളൊക്കെ പഠിക്കാനുള്ള എലിഷനകത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞങ്ങളുടെ പള്ളിയിലാണെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. സോ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് വചനം പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് അതിനകത്ത്. ഒത്തിരി ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ലൈഫിലാണെന്ന് പറഞ്ഞാൽ. നമുക്കൊരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ഈ ഒരു വചനങ്ങളൊക്കെ വരും. 19-26. താങ്ക് യു സോ മച്ച്. അതെ മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇതായിട്ടുള്ള ലൈഫിനെ സ്വാധീനിക്കുന്ന ഒരു വചനം തന്നെയായിരുന്നു. ശരി, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പഠിച്ച കാര്യങ്ങളൊക്കെ രണ്ടുപേർക്ക് എഴുതാൻ സാധിച്ചോ? എഴുതി വലിയ കുഴപ്പമില്ലാണ്ട് എഴുതി. അധികം പഠിക്കാൻ പറ്റിയില്ലായിരുന്നു, സമയം കിട്ടിയില്ല അധികം. എങ്ങനെയുണ്ട്? രണ്ടുപേരും ഒരുമിച്ചിരുന്നാണോ പഠിക്കുന്നത്? എങ്ങനെയാണ് പഠിക്കുന്നത്? ഇല്ല, ഞാൻ അങ്ങനെ ഒരുമിച്ചിരുന്ന് പഠിച്ചതല്ല. ഞാനൊരു 2-3 ദിവസമായിട്ട് ഞാൻ നോക്കിയുള്ളൂ. ജോലിക്കിടയിലൊക്കെ എങ്ങനെ സമയം കണ്ടെത്തിയത് ഇങ്ങനെ പഠിക്കാനൊക്കെ? ജോലിക്ക് സമയം കിട്ടുമ്പം വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഇരിക്കുന്നത്. മോടെ കൊച്ചുള്ളതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. മോള് ജോലിക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സമയം നോക്കും. 2 ദിവസമായാലും ഞാൻ നോക്കാൻ നോക്കില്ല, അത്രേ ഉള്ളൂ. നന്നായിട്ട് എഴുതാൻ സാധിച്ചോ അങ്കിളിന്? എനിക്ക് എഴുതാൻ പിന്നെ കുറച്ച് വേറെ കൂടെ അറിയാവുന്നത് കൊണ്ട് വേറെ കുറച്ച് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. താങ്ക് യു.
പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷയെക്കുറിച്ച് ഇത് വചനം നമുക്ക് പഠിക്കാനായിട്ട് ഒരു പ്രോത്സാഹനം തരികയാണ്. ഇപ്പോൾ ഇത്രയും വചനങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴത്തേനും ആ കുർബാനയിൽ ഓരോ സുവിശേഷ ഭാഗം വായിക്കുമ്പോഴും പിന്നെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതുപോലെ തന്നെ ഇത് സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് ബൈബിളിൽ എവിടെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സ്മാർട്ട് ഫോണും ടി വിയിലൊക്കെ കുറേയും കൂടെ സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ബൈബിളിനോട് അടുക്കാനായിട്ട് എന്താണ് ഒരു തീക്ഷ്ണത തോന്നിയത്? നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും ഒരു പക്ഷേ അതിന് ബൈബിളിനോട് അടുക്കാനായിട്ട് ഒരു പ്രേരണ തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഞങ്ങൾ ആക്ച്വലി ഫാമിലിയായിട്ട് മോളും കൂടിയാണ് ആക്ച്വലി ആദ്യം എഴുതിയത്. ഇപ്പം മോള് ബാംഗ്ലൂരാണ് ജോലി, അവൾക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഫാമിലി പരമായിട്ട് എഴുതാനാണ് വന്നെങ്കിലും ഇപ്പം ഞങ്ങൾ വ്യക്തിപരമായിട്ടാണ് എഴുതിയത്, എല്ലാവരും ഇല്ലാത്തതുകൊണ്ട് 3 പേരും. താങ്ക് യു. അമ്മേനെ ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ വളരെ സ്പീഡിൽ വളരെ നന്നായിട്ട് വചനം എഴുതുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? കുറച്ച് എല്ലാം എഴുതാൻ പറ്റിയില്ല, സമയം തികഞ്ഞില്ല. എങ്ങനെയാണ് പഠിക്കുന്നത് ഈ പ്രായത്തിൽ? വീടില്ലല്ലോ, പ്രായത്തിൽ 75 വയസ്സാണ്, 76 വയസ്സ്. അതെ അതെ അതെ, പഠിച്ച വല്ലതൊക്കെ എഴുതാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത്? എഴുതി പഠിക്കുമായിരുന്നു അതോ വായിച്ച് പഠിക്കുമായിരുന്നു? എങ്ങനെയായിരുന്നു? കുറച്ചൊക്കെ അറിയാമായിരുന്നു. ഒത്തിരിയധികം മൊബൈലും ടി വിയൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്ന ഒരു പ്രായമല്ലേ? അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ബൈബിളിലേക്ക് തിരിയാനല്ലേ ബൈബിൾ വചനം പഠിക്കാനൊക്കെ ഉള്ളൊരു പ്രചോദനം കിട്ടുന്നത്? എന്നുവെച്ചാൽ വചനം പഠിക്കാന്ന് പറയുമ്പം നമുക്ക് നല്ലതാണല്ലോ എല്ലാത്തിനും, അതുകൊണ്ട്. പപ്പ പറയാറുണ്ടോ പഠിക്കണം വചനം പഠിക്കണം? രണ്ടുപേരും ഒരുമിച്ചിരുന്നാണോ പഠിക്കുന്നത്? പറയാറുണ്ട്. ശരി, താങ്ക് യു. നൂറുമേനി വചന മത്സര പരീക്ഷയുടെ അനുഭവങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. വചനത്തോടടുക്കും തോറും അവരുടെ ജീവിതങ്ങളിൽ അവർക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, അവരുടെ ജീവിതങ്ങളിൽ വന്ന മാറ്റങ്ങൾ അവർ പങ്കുവയ്ക്കുകയുണ്ടായി. എല്ലാവർക്കും പ്രാർത്ഥനാശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു.